പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറി തൈകൾ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്ത പച്ചക്കറി എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അത് വളരെ എണ്ണം കുറവാണ്. ഒരു 3 എണ്ണം വെച്ചൊക്കെയാണ് ഞാൻ എല്ലാം നട്ടത്. അപ്പം അത് നമുക്ക് ഇനി മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിന് ഈ 3 ചുവടേന്ന് തന്നെ എനിക്കത് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുറച്ചും കൂടി അങ്ങ് വെക്കാം. ഒത്തിരിയൊന്നും വെക്കുന്നില്ല കേട്ടോ, ഒരു 2-3 എണ്ണമൊക്കെ വെച്ചാണ്. വീണ്ടും ഞാൻ തക്കാളിയും വഴുതനയും പിന്നെ മുളകും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയുടെ വിത്തുകളും വാങ്ങിയിട്ടുണ്ട്, അതും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിനു മുന്നം ഞാൻ വാങ്ങാത്ത ഒരു വിത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, സവോളയുടെ വിത്ത്. ആദ്യമായിട്ടാണ് സവോളയുടെ വിത്ത് വാങ്ങുന്നത്. നമുക്ക് അത് ചെയ്ത് നോക്കാം, നല്ലതാകുമോ മോശമാകുമോ എന്നൊക്കെ. അപ്പം ഞാൻ അതെല്ലാം നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമുക്ക് ഒരു അവധിയായത് കാരണം ഇന്ന് എല്ലാവർക്കും തന്നെ പണിമുടക്കായിട്ടിരിക്കുന്നത് കാരണം ഞാൻ ഇപ്പം എൻ്റെ ഗ്രോ ബാഗൊക്കെ താഴത്തെ പറമ്പിൽ നിന്നും ഗ്രോ ബാഗൊക്കെ നിറച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു മറ്റേ പറയുന്ന കൂട്ടി ചകിരിച്ചോറോ വേപ്പുമണ്ണാക്ക് എല്ലുപൊടി അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് വെറും മണ്ണ് മാത്രമാണ്. മണ്ണ് മാത്രമെന്ന് പറഞ്ഞാൽ നല്ല കരികല, അതെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, നല്ല കറുത്ത മണ്ണാണ്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ മണ്ണിര ഉണ്ടാവും. കാര്യം എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ പറമ്പിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ കേട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കേട്ട് നിങ്ങൾ മടുത്തൊരു കാര്യമായിരിക്കും. എൻ്റെ പറമ്പിൽ നന്നായിട്ട് മണ്ണിരയുള്ളൊരു പറമ്പാണ്. അപ്പം ഈ മണ്ണിര, ഈ വെക്കുന്ന കുരുപ്പകളും അങ്ങനെയുള്ള ഇതെല്ലാം കൂടി മേൽമണ്ണ് മാത്രം വാരി എടുത്തൊരു ഗ്രോ ബാഗാണ്. നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മിക്ക ഗ്രോ ബാഗും ഒരു 1/4 ഭാഗത്തിന് പകുതി എടുത്തിട്ടില്ല, 1/4 ഭാഗത്തോളം മണ്ണ് ഞാൻ നിറച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ പച്ചക്കറി തൈകൾ നടുകയാണ്. ഞാൻ മേടിച്ചത് തൈകൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ പച്ചക്കറി തൈകൾ മേടിച്ചിട്ടിപ്പം ഒരു 4-5 ദിവസം കഴിഞ്ഞു. ഉണ്ടോ, അതൊന്ന് വാടി ഇച്ചിരി കളറൊക്കെ വ്യത്യാസപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് കുഴിച്ചു വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് ഞാൻ കുഴിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടല്ലോ എൻ്റെ തക്കാളി. തക്കാളി എന്ന് പറഞ്ഞാൽ തക്കാളിയിൽ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആദ്യം വെച്ച തക്കാളി വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അടുത്ത സെറ്റ് വെക്കുന്നത്. കാര്യം ആദ്യത്തെ എനിക്ക് ഇനി അങ്ങ് പറിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നായി ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ എനിക്ക് ഓരോന്ന് എനിക്ക് വിളവെടുത്ത് തുടങ്ങാം. അടുത്തത് ഓരോന്നോരോന്ന് നമുക്ക് മേളിൽ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഈ മഴക്കാലത്ത് എനിക്ക് ഇങ്ങനെ ഉണ്ടായി കിട്ടിയെങ്കിൽ ഇനിയും വരുന്ന കാലാവസ്ഥ എനിക്ക് തോന്നുന്നു, നല്ല കാലാവസ്ഥ ഇനി വന്നാൽ നമുക്ക് നന്നായിട്ട് ഇനി ഇതുണ്ടായി കിട്ടും. അപ്പം ഞാനൊരു 3 തക്കാളിയുടെ തൈയും കൂടി വാങ്ങി. ഇനി തനിയെ തക്കാളി തൈ വാങ്ങാതെ നമുക്ക് തന്നെ സ്വയം വെച്ച് പിടിപ്പിക്കണമെന്നാണ്, വിത്ത് പാകി മുളപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തക്കാളി തൈക്കൊക്കെ 6 രൂപയൊക്കെ വെച്ച് മേടിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ അതിശയമൊന്നും ഇല്ലായിരിക്കും, നിങ്ങൾ ഇതിലും കൂടുതൽ വില കൊടുത്തായിരിക്കും മേടിക്കുന്നത്. പക്ഷേ എനിക്ക് 6 രൂപ എന്ന് പറയുമ്പം എനിക്കൊരു സങ്കടമുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ പാകി മുളപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പം ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇത് നിറച്ചപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ചാണകപ്പൊടി ഇട്ടാണ് സാധാരണ ഞാൻ നിറക്കുന്നത്. എനിക്കൊരു അബദ്ധം പറ്റി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്തിന് മുന്നേ എനിക്കൊരു 5-6 ചാക്ക് ചാണകപ്പൊടി എടുത്തു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പെട്ടെന്നുള്ള മഴ വന്നപ്പം ഞാൻ ചാണകപ്പൊടി എടുത്തും വെച്ചില്ല. ഇപ്പം മഴയായത് കാരണം ചാണകപ്പൊടിക്ക് എല്ലായിടത്തും ഓടി നടന്നിട്ട് എനിക്ക് കിട്ടുന്നുമില്ല. നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒരു ചാക്ക് ചാണകപ്പൊടി ചിലർ 150 രൂപയ്ക്ക് തരും, ചിലർ 200 രൂപയ്ക്കും തരും. എങ്കിലും 200 രൂപ കൊടുത്ത് മേടിക്കാമെന്ന് വെച്ചപ്പോൾ പോലും ചാണകപ്പൊടി കിട്ടാനില്ല എനിക്കിപ്പോൾ ഇവിടെ. അപ്പം ഞാൻ ചുമ്മാ മണ്ണിലാണ് വെക്കുന്നത്. ചുമ്മാതെ മണ്ണിൽ വെക്കുമ്പം എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും വെറും മണ്ണിലാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ മണ്ണിന് നല്ല ഇളക്കമുള്ള മണ്ണായത് കാരണം ഈ മണ്ണിൽ നന്നായിട്ട് പിടിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ തക്കാളി 3 ഞാൻ നട്ടു. ഇനി അതിന് വേറെ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ മുളകിനെയും കൂടി അങ്ങ് വെച്ചേക്കാം. ഞാൻ 2 മുളക് തൈ വാങ്ങിയിട്ടുണ്ട്. മുളക് ഇത് കണ്ടോ, ചേമ്പിൻ്റെ താഴത്തുനിന്ന് ഇതെടുത്തപ്പം ചേമ്പിൻ്റെ ഈ വെളിയൻ ചേമ്പെന്ന് പറയും നമ്മുടെ ഈ ഭാഗത്ത്, അതൊക്കെ പിടിച്ചതിൻ്റെ ഒരു വേരും മറ്റ് സാധനങ്ങളാണ്. ഇതെല്ലാം ഞാൻ ഇവിടെയാണ് കൂട്ടിയിടുന്നത്. വേസ്റ്റ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് മൊത്തം കരികലയാണ്. കരിയില ഞാൻ ചെയ്യുന്നത് സാധാരണ ഇനി വെയിലാകുമ്പോൾ ഞാൻ ഈ കരിയില ഇവിടെ അങ്ങ് നിരത്തിയിട്ട് ഈ കരിയില അങ്ങ് നന്നായിട്ട് ഉണക്കും. ഞാൻ
ഉണക്കിയിട്ട് ഇതിങ്ങനെ കൈയിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. അത് ഞാനിതിന് ഈ ചെടികൾക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലെങ്കിൽ അടിയിൽ കരിയില ഞാൻ നിറക്കും. പക്ഷേ ഈ മണ്ണിനകത്ത് നിറച്ചും കരിയില വളം ഉള്ളതാണ്. കരിയില വളം ഉള്ള എടുത്തുനിന്നാണ് ഞാൻ ഈ മണ്ണ് എടുത്തേണ്ടി വന്നത്. കക്കട്ട കരിയിലൊക്കെ സൈഡ് അപ്പോൾ അതെ അതിനെയും വെച്ചു. പിന്നെ ഞാൻ 2 വഴുതനയാണ്. ഞാൻ ആദ്യമേ വഴുതനയാണെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നത് 3 കത്തിരി ആയിപ്പോയി. കത്തിരി നമുക്ക് എങ്ങനെ പോലും 1-2 കൊല്ലമൊക്കെ കായ്ഫലം കിട്ടുന്നതാണ്. അപ്പം ഈ 2 കത്തിരിനെ കൂടി ഞാൻ വെക്കാം. ഞാൻ ഇച്ചിരി സ്യൂഡാമോൺ കലക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ സ്യൂഡാമോൺ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്യൂഡാമോൺ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഇതിൻ്റെ വേരിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് വളം വലിച്ചെടുക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ ഇച്ചിരി സ്യൂഡാമോൺ ഒഴിച്ചു കൊടുക്കട്ടെ. സ്യൂഡാമോൺ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ സ്യൂഡാമോൺ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. കൃഷിയും കൂടിയല്ലേ. അപ്പം അങ്ങനെ സ്യൂഡാമോൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു എത്രയാ 7 കൂട്ടം പച്ചക്കറി ഇന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ 3 ഗ്രോ ബാഗ് empty ആയിരിക്കുകയാണ്. അതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും വെക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞില്ലേ, പച്ചക്കറി വിത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ കാണിച്ചു തരാം. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പം മേടിച്ച പച്ചക്കറി വിത്താണ്. സാധാരണ ഞാൻ പച്ചക്കറി വിത്തുകൾ മേടിച്ചാണ് ഞാൻ പാകി പിടിപ്പിക്കാറ്. അപ്പം ഞാൻ നമ്മുടെ ഇത് ഞാൻ സാധാരണ ശരിക്കും ഇതിന് കൊത്തമരം തന്നെയാണ് പറയണത്. നമ്മുടെ ചതുരപ്പയറല്ല, ചതുരപ്പയറല്ല, അങ്ങനത്തെ ഒരു ചെറിയ പോളോ ബീൻസ് അങ്ങനെ എന്തൊക്കെയാണ് ഇതിന് പറയണത്. അങ്ങനത്തെ ഇതൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിവിടെ വാങ്ങാറുണ്ട്. താഴെ കുറ്റിയായിട്ട് നിന്ന് എനിക്കിഷ്ടം പോലെ കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ പടവലം, ഞാൻ ബേബി പടവലാണ് വാങ്ങിയേക്കുന്നത്. നമുക്ക് വീട്ടാവശ്യത്തിന് ബേബി പടവലം തന്നെയാണ് നല്ലത്. പിന്നെ ബീൻസ് എനിക്ക് കുറ്റി ബീൻസ് കിട്ടിയില്ല, വള്ളി ബീൻസാണ് കിട്ടിയത്. ഞാൻ ബീൻസ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ ഇവിടെ വാങ്ങാറുള്ളതാണ്. എനിക്കിതുവരെയും വലിയ രീതിക്ക് കായ ഉണ്ടായി കിട്ടിയിട്ടില്ല, പക്ഷേ ഇല ഉണ്ടായി കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇലയ്ക്ക്. ഞാൻ ഈ മുട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ഇത് ഞാൻ വെക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീറ്റ്റൂട്ടിൻ്റെ കിട്ടുന്നതിനേക്കാൾ ബീറ്റ്റൂട്ടല്ല, ക്യാരറ്റിൻ്റെ കിട്ടുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതിൻ്റെ ഇല നല്ല അസല് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വീട്ടിൽ നല്ല രീതിക്ക് ഗാർഡൻ അലങ്കരിക്കാനായിട്ട് എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ ക്യാരറ്റ് ഇവിടെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഇലയാണ് ഇതിൻ്റെത്. നന്നായിട്ട് വളം ഒഴിച്ചു എടുത്തു കഴിഞ്ഞാൽ ആർത്ത് പിടിക്കും ക്യാരറ്റിൻ്റെ ഇല. അപ്പോൾ പിന്നെ ക്യാരറ്റിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഓരോ ആദ്യമായിട്ട് വിളവെടുപ്പോഴത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ അധികം പിന്നൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ് ഷെയർ ചെയ്യാം. പിന്നെ വാങ്ങിയത് ഒരു സവോളയാണ്. ആദ്യമായിട്ടാണ് ഞാൻ സവോള എന്ന് പറഞ്ഞ സംഭവത്തെ നോക്കുന്നത്. ഞാൻ സവോള ഇങ്ങനെ വെള്ളത്തിലൊക്കെ വെച്ച് അതിൻ്റെ ഇല എടുക്കാറുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇങ്ങനെ ചുമ്മാ നമ്മളിതിൻ്റെ ഈ വേരുള്ള വശം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇലകൾ കിട്ടാറുണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങനെ എടുക്കാറുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ സവോള ഇന്നോളം വെച്ചിട്ടില്ല. ഒരു പരീക്ഷണാടിസ്ഥാനം ഞാൻ സവോള വിത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ പണ്ടത്തെ വിത്തൊക്കെ തന്നെയാണ്. പാലക്കും ഇതും വേറെ കുറച്ചും കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ വിത്തുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക.